കേരളത്തിൽ ഈ അടുത്ത സമയത്ത്, അതായത് തിരുവിതാംകൂർ സൗത്ത് കേരളയിൽ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂർ പഞ്ചായത്തിൽ ഞാൻ ബിനു വാഴമുട്ടം എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, അപ്പോൾ അയാളുടെ വർഷിപ്പിനെതിരെ അവിടെ BJP RSS സംഘപരിവാർ നടത്തിയ ക്യാമ്പയിൻ, ആ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ്. അതിനെപ്പറ്റി അയാളുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തു. കാരണം ജനങ്ങൾ അറിഞ്ഞിരിക്കണം, വൺ സൈഡഡ് ആവരുത്, ആൾക്കാരെ ഇങ്ങനെ ബുൾഡോസ് ചെയ്യുകയല്ല. ജനാധിപത്യ ഇന്ത്യക്കകത്ത് രണ്ട് വേർഷനും കേൾക്കണം. ആ വേർഷൻ എന്താ, ഈ വേർഷൻ എന്താണ് യഥാർത്ഥ സത്യം. അതാണ് ഒരു ജേർണലിസ്റ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് വിശ്വാസമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ദാറ്റ് ഈസ് അപ് ടു ദം. പക്ഷെ ഞാനിപ്പോഴും ഒരു ജേർണലിസ്റ്റിക്കൽ ലോജിക്കിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ബുൾഡോസ് ചെയ്ത് നശിപ്പിച്ച് മറ്റേ തൂക്കിലേറ്റി ഫോട്ടോയാക്കുന്ന രീതിയിലല്ല എൻ്റെ തോട്ട്സ് ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അന്ന് ബിനു വാഴമുട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് ജനങ്ങൾക്ക് അയാളുടെ വേർഷൻ കേൾക്കണം, എന്താണ് അവിടെ സംഭവിച്ചത്. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ്. അപ്പം അതിനുശേഷം ആ എപ്പിസോഡിന് ശേഷം നിങ്ങൾ കണ്ടു കാണും, കേരളത്തിലെ പല സംഘപരിവാർ അനുകൂല യൂട്യൂബ്, സാറ്റലൈറ്റ് ചാനല് ഈ പത്തനംതിട്ട ഓമല്ലൂരിലുണ്ടായ ആ വിഷയം, അതായത് എലോഹീം വർഷിപ്പ് സെൻറ്ററിനെതിരെയുള്ള സംഭവം, അത് വലിയ രീതിയിലുള്ള ഒരു മാസീവ് ക്യാമ്പയിനായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെന്നെ പറ്റി അവിടെയൊക്കെ പരാമർശിച്ചു. സോ they are using that negligible journalism. Okay, I least bothered about such kind of idiomatic talks. Let it be like that. ഒന്നാമത്തെ കാര്യം, പത്തനംതിട്ട ഓമല്ലൂര് കൊടുക്കുന്നൊരു പാഠമുണ്ട്, വലിയൊരു പാഠം. പ്രത്യേകിച്ച് BJPക്കും സംഘപരിവാറിനും കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ലെസൺ ഉണ്ട്, ചാപ്റ്റർ. അത് നിങ്ങൾ മനസ്സിലായിക്കോണം. ഇത് ആ ലെസൺ എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില പഞ്ചായത്തിലൊന്നാണ് പത്തനംതിട്ട ഓമല്ലൂർ. അവർക്കവിടെ ഈ പറയുന്ന ബിനു വാഴമുട്ടത്തിൻ്റെ എലോഹീം എന്ന് പറയുന്ന സംഭവത്തെ അടച്ചു പൂട്ടണം. കാരണം അയാൾ ചർച്ചിൻ്റെ പെർമിഷൻ അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുവാൻ വേണ്ടി അതിൻ്റെ ലൈസൻസ് പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടരും കൊടുക്കുന്നില്ല. അവിടെയുള്ള ആൾക്കാർ ഇയാൾ ഒന്നടങ്കം എതിർക്കുന്നു. അയാളുടെ ആരാധന നടത്താൻ പോകുന്ന ഞായറാഴ്ച അതിനെ എതിർക്കാൻ പോകുന്നു. അപ്പം ഈ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് ഈ BJPക്കാരും RSSകാരും VHPക്കാരും സംഘപരിവാറുകാരനും ജീവിതത്തിൽ ഉദ്ദേശിച്ചില്ല ഇതേപോലെയുള്ള റെസിസ്റ്റൻസ്, പ്രത്യേകിച്ച് സതേൺ ട്രാവൻകൂർ പത്തനംതിട്ടയിൽ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന്. ഇതാണ് അതിൻ്റെ ദേഷ്യം. ഇതാണ് ഇമാർ വിരളി പൂണ്ട് ഈ പറയുന്ന ഓരോ സംഭവങ്ങൾ, ഈ വാഴമുട്ടത്തിനെതിരെ മറ്റുള്ള സംഭവങ്ങൾ, ഓരോ സ്റ്റോറികൾ ക്യാമ്പയിൻ അടിച്ചു വിടുന്നത്. ഭയന്നുപോയി. കാരണം ആദ്യമായിട്ടാണ് ട്രാവൻകൂർ ഭാഗത്ത് അവർ റെസിസ്റ്റ് ചെയ്ത് പ്രതിഷേധം നടത്തിയത്. അവർ പറഞ്ഞ് അവർ ആരാധിക്കും. ഈ പറഞ്ഞ കുറച്ച് BJPക്കാരും RSSകാരും VHPക്കാരും കുറച്ചാരും പ്രകടനമായിട്ട് നടന്ന് തടയാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേ അവർ ഉദ്ദേശിച്ചു പഴയ ബന്ധുക്കോസുകാരാണെന്ന്. ഇവിടെയാണ് അടി കിട്ടിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ സോഷ്യോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഈ BJPക്കാർ കണക്കൂട്ടുന്നതിൽ വലിയ രീതിയിലാണ് ചേഞ്ച് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഞാൻ പത്തനാപുരം, ഈ പത്തനംതിട്ടയിൽ അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണത്. കൊല്ലം ജില്ലയാണെങ്കിൽ തന്നെ, കാരണം ബോർഡറാണ് ഈ സംഭവം. ഇപ്പം എൻ്റെ വീടിന് ചുറ്റുമുള്ള പല ബന്ധുക്കൂസുകാരുണ്ട്, ബന്ധുക്കളുണ്ട്. ഞാൻ ബേസിക്കലി ഓർത്തഡോക്സ് ബിലീഫ്സിലാണ് ആ സമയത്ത്. അപ്പം അവിടെ സ്ഥിരം പറയുന്ന സംഭവമാണ് പത്തനംതിട്ട ആ ഭാഗം, ആറന്മുള, അവിടെയൊക്കെ സ്ഥിരമായിട്ട് പെന്തക്കോസുകാരുടെ കൺവെൻഷനെ അറ്റാക്ക് ചെയ്യുക, പാസ്റ്റർമാരെ അടിക്കുക, പള്ളികൾ നടത്താൻ സമ്മതിക്കാതിരിക്കുക, അത് കഴിഞ്ഞിട്ട് DYFI CPMകാർ പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇത് സ്ഥിരം പരിപാടിയായിരുന്നു. അന്നുണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഒരൊറ്റ പെന്തക്കോസുകാരൻ പോലും, ഒറ്റ പാസ്റ്റർ പോലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തില്ല. അടിയൊക്കെ കെട്ടി, കല്ലേറൊക്കെ കെട്ടി സംഭവം അടച്ചു ഉടക്കി ഇവരങ്ങ് പോവുമായിരുന്നു വീട്ടിൽ. ഇവർക്കാകെ ഒരു സംഭവം, വീണ്ടും പ്രാർത്ഥിക്കുക. ഇത് മാത്രമായിരുന്നു ആ ഒരു സമയത്ത്. ഞാൻ ഈ പറയുന്നത് 80s-ലും 90s-ലും 2000-ൻ്റെ തുടക്കത്തിലുമൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനൊരു സംഭവമാണ് നടന്നുകൊണ്ടിരുന്നത്.
ഒന്നാമത് അന്നത്തെ പെൻറ്റക്കോസ്റ്റുകാർക്ക് ഈ പറയുന്ന പോലെ സാമ്പത്തികമൊന്നുമില്ല. അവർ ഈ പറയുന്ന അതിരാവിലെ വെള്ളമൊക്കെ കൊടുക്കും, ഒരു ബൈബിളും ഒക്കെ എടുക്കും, റോഡിൽ നിന്നും പ്രസംഗിക്കും, ഓരോ വീടുകളിലെ മീറ്റിങ്ങുകൾ പോവും, വീടുകളിൽ പോയി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലൊക്കെ വരും. അപ്പോൾ അന്നത്തുണ്ടായിരുന്ന എൻ്റെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഓർത്തഡോക്സുകാരും മർത്തോമാക്കാരും, ഞങ്ങളുടെ ആ ഭാഗത്ത് കാത്തലിക്സ് വളരെ കുറവാണ്. അവർ ഈ പെൻറ്റക്കോസ്റ്റുകാരെ ഈ പഴയ പോലൊന്നും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി അല്ല ഈ പാസ്റ്റർമാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. വലുതായിട്ട് മൈൻഡ് ചെയ്തൊന്നുമില്ല. പല വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്നുണ്ടായിരുന്ന സമയം. അതേപോലെ തന്നെ അന്ന് RSSനകത്ത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അടിയും പിടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ പോയിക്കൊണ്ടിരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ളവരായിരുന്നു. നായേഴ്സ് അധികം ലീഡേഴ്സൊക്കെയാണ്. ഒന്നാമത് ഇവന്മാരെ ദാരിദ്ര്യം പിടിച്ച കക്ഷികൾ തന്നെയായിരുന്നു അന്നും ഇന്നും എല്ലാം തന്നെ. അപ്പം ഞാനീ പറയുമ്പോൾ ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, ഡേറ്റ എടുത്ത് നോക്കുക. അന്ന് പെന്തുകോസ് ഉപദേശിമാരൊക്കെ അടിക്കാൻ പോയ പല ആൾക്കാരും പാസ്റ്റർമാരായി. വലിയ തമാശയായത്. അപ്പം അത് ഞാൻ ഡേറ്റ വെച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പം എനിക്കറിയാവുന്നൊരു തങ്കപ്പൻ എന്നും പറഞ്ഞൊരാളുണ്ട്. പുള്ളി ഒരു ആശാരി ഫാമിലിയിൽ നിന്ന്. പുള്ളി ഭയങ്കര രീതിയിൽ RSSും പ്രശ്നമൊക്കെ. പുള്ളി കഴിഞ്ഞിടയ്ക്ക് കണ്ട് ഈ പറയുന്ന ആഗ്രയിൽ ഇപ്പോൾ പാസ്റ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. വലിയ അടിയും പിടിയും ബഹളമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വിഷയം. അപ്പം ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്ന അന്ന് ഈ അടി മേടിച്ചുകൊണ്ടിരുന്ന അവരുടെ പാസ്റ്റർമാർ, അവരുടെ മക്കൾ, അടുത്ത തലമുറ, അന്ന് ഇവർ വളരെ ന്യൂനപക്ഷമായിരുന്നു പെന്തക്കോസ്തുകാർ. അപ്പോൾ വളരെ ക്രൈസ്തവരിൽ തന്നെ ഏറ്റവും കുറവായിരുന്നു. ഇന്ന് ഇവരുടെ സംഖ്യ കൂടി ഈ പറയുന്ന ഈ ഓർത്തഡോക്സിൽ നിന്നും കാത്തലിക്സിൽ നിന്നും അതേപോലെ തന്നെ മർത്തോമെന്ന് പെന്തിക്കോസിലോട്ടുള്ള ഒഴുക്ക് തുടങ്ങി. ന്യൂ ജനറേഷൻ ചർച്ചകൾ വന്നു. ഈ പറയുന്ന ആൾക്കാരുടെ മക്കളൊക്കെ വെളിയിൽ പോയി പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനകത്തോട്ട് ബിബ്ലിക്കൽ തോട്ട്സ് കയറി വരുന്നു. ഈ പറയുന്ന പാസ്റ്റർമാരെ ആക്സെപ്റ്റൻസ് ഉണ്ടായി. അതാണ് സോഷ്യോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇത് വളരെ വിസിബിളാണ് ആ സംഭവം. അവർ ഈ പഴയ പോലെ അടി കൊണ്ടോട് ഓടുന്ന രീതിയിലല്ല. ഈ പറയുന്ന പണ്ട് പെന്തക്കോസ്തുകാരൊന്നും രാഷ്ട്രീയത്തിലില്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ കേരളത്തിലെ നിയമസഭാ ഇലക്ഷനകത്ത് നിങ്ങൾ VD സതീശൻ്റെ ഇലക്ഷനുമായിട്ടും അതേപോലെ മുഖ്യമന്ത്രി ആരെ തിരഞ്ഞെടുക്കണം സംഭവം സോഷ്യൽ മീഡിയയിലാണെങ്കിലും ക്യാമ്പയിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നത് പെന്തക്കോസ്തുകാർ. അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഞാൻ ടിജോ തോമസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ, അയാളുടെ ഒരു പ്രൊഫസർ, ഞാനത് അയാളുടെ ഇൻ്റർവ്യൂ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവർ സോഷ്യോളജിക്കൽ ചേഞ്ച്, സോഷ്യൽ റിഫോംസിൻ്റെ അകത്ത് ആക്റ്റീവായി മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലോട്ട്, അതായത് സോഷ്യൽ മീഡിയയിൽ അവർ ആക്റ്റീവായി. അതേപോലെ തന്നെ അവർ ന്യൂ ജനറേഷൻ്റെ അകത്ത് അവർ വെൽ ആക്റ്റീവായി. ഇതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ പണ്ട് കാവി ഉടുത്ത് ഈ ചണവും കെട്ടി കൊണ്ടിരുന്ന RSSകാരൻ ഉദ്ദേശിക്കുന്നതല്ല ഇന്നത്തെ പെന്തക്കോസ്ത് വിശ്വാസികൾ എന്ന് പറയുന്നത്. അവർ ഇന്നൊന്ന് പറഞ്ഞാൽ തിരിച്ചു പറയാനറിയാം. ഒന്ന് കിട്ടുവാണെങ്കിൽ മറുമ്പോൾ കാണിച്ചു കൊടുക്കുക മാത്രമല്ല, തിരിച്ചു തരൂ. ആലോചിച്ചോണം, ഇത് വെറുതെ പറയുന്നതല്ല. അതാണ് പത്തനംതിട്ടയിൽ BJP ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് അവിടെ എന്ത് പുല്ല് ചെയ്യാൻ പറ്റി? ബിനു വാഴമുട്ടത്തെ ചൊറിയാൻ പറ്റിയോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? അവസാനം നാണം കെട്ടത് നിങ്ങൾക്കെതിരെ കേസായി. ഇപ്പം ഞാൻ അറിയാൻ സാധിച്ച് ബിനു വാഴമുട്ടത്തിന് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. അയാൾക്ക് ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. വീണ്ടും അയാൾ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യുകയാണ്. അതായത് അതിന് പെർമിഷൻ കൊടുക്കാൻ വേണ്ടി. അതായത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സെറ്റ് ബാക്കാണ് ഓമല്ലൂർ. അത് നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. ഇന്നത്തെ കേരളത്തിലെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഒന്നാമത് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. രണ്ടാമത് സാമ്പത്തികമായ അവർ ഭദ്രമാണ്. മൂന്നാമത് വെൽ ആർട്ടിക്കുലേറ്റഡ് ആണ്. അവർക്ക് ലോകത്തെവിടെ പോയാലും ജോലി ചെയ്യാൻ അറിയാം, ജീവിക്കാൻ അറിയാം. കാരണം എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ പഴയ RSSകാരനും പഴയ BJPക്കാരനും ഇന്ന് എവിടെ പോയി? രണ്ടുപേരും മാറ്റി നിൽക്കുക. അപ്പം ഏത് രീതിയിൽ പ്രതിഷേധിക്കണം?
ബൈബിൾ ഉയർത്തി നിർത്തി അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആരാധിക്കണം എന്നുള്ള പ്രതിഷേധം കേരളത്തിൽ ഏതെങ്കിലും പെന്തുക്കോസുകാരൻ നടത്തി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ പത്തനംതിട്ടയെ കണ്ടു. അതാണ് മാറ്റം എന്ന് പറയുന്നത്. അത് അത് ഈ ഓമല്ലൂർ BJP ഭരിക്കുന്ന പഞ്ചായത്തിലുണ്ടായ സംഭവം ഈ പറയുന്ന RSSും BJPയും മറ്റുള്ള എവിടെങ്കിലും കയറി കളിക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൽ മുഴുവനും ഉണ്ടാവും. ഇത് ബേസിക്കലി നിങ്ങൾക്കൊരു മെസ്സേജായി ഇത്. എന്നിട്ട് അവർ മാറിപ്പോയോ? അവർ ഞായറാഴ്ച 1500 2000 പേര് രണ്ടും കൽപ്പിച്ചാണ് അവിടെ അങ്ങോട്ട് വരുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരു പെട്ടെന്ന് ഒരു 2000 പേരെ ഒരു മൂവ്മെൻ്റ് ആയിട്ട് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റുമോ ഒരു പഞ്ചായത്തിൽ? നിങ്ങളവിടെ ആൾക്കാർ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ആ പഞ്ചായത്ത് നിങ്ങൾ പിടിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് 2000 പേരെ കൂട്ടാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പക്ഷെ അവർക്ക് ഇൻസ്റ്റൻ്റായിട്ട് പറ്റും. അതാണ് പറയുന്നത്, നിങ്ങൾക്ക് സോഷ്യോളജിക്കൽ ചേഞ്ച് മനസ്സിലായിട്ടില്ല. ആ സോഷ്യോളജിക്കൽ ചേഞ്ച് മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ ബോധം വരികയുള്ളൂ. അതായത് ഇത് ട്രാൻസ്ഫോർമേഷൻ്റെ കാലമാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷൻ നിങ്ങൾ ഈ പറയുന്ന വിരട്ടും ജാടയും പരിപാടിയും കൊണ്ടൊന്നും അല്ല, നിങ്ങൾ ഈ പറയുന്ന സാറ്റലൈറ്റ് ഒരു ഊച്ചാളി സാറ്റലൈറ്റ് ചാനൽ കാണിച്ചാലും കുറച്ച് ഉണക്ക യൂട്യൂബർമാരെന്തെങ്കിലും പറഞ്ഞാലൊന്നും വിരളത്തില്ല. ലോകം കണ്ട ഒരാൾ, ഡിജിറ്റലി ലോകം കാണുന്ന ഒരാൾ നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ട് എങ്ങനെ ഭയക്കും? അവർ വെൽ കണക്റ്റഡ് ആണ്. അവർ ശരിക്കും നെറ്റ്വർക്ക് ഉണ്ട്. അവർക്ക് ആർക്ക് എങ്ങനെ അത് പാസ് ചെയ്യണമെന്നറിയാം. എന്ത് ക്യാമ്പയിൻ അവർക്കറിയാം. അതിൻ്റെ നിയമവശങ്ങൾ അറിയാം. അവർക്ക് പോലീസിനെ പഴയ പോലെ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനറിയാം, കേസ് ഫയൽ ചെയ്യാനറിയാം, അതിൻ്റെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനറിയാം. മനസ്സിലാക്കുക, ഇന്നത്തെ പെന്തക്കോ സമൂഹത്തിലുള്ള പല ആൾക്കാരും ഗവൺമെൻറ് സർവീസിലും നല്ല ജോലിയുള്ളവരുണ്ട്. സീനിയറായിട്ടുള്ള പോലീസ് ഓഫീഷ്യൽസ് ഉണ്ട്, സീനിയർ IPSകാരുണ്ട്, IASകാരുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന പല ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പേരതായിരിക്കും. ഇവരൊക്കെ പെന്തക്കോസ് വിശ്വാസികളാ. കാരണം ഞാനിത് കണ്ടതായത് കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പരിപാടിയൊക്കെ പണ്ട് അടിയും പിടിയൊക്കെ മേടിച്ച് നിങ്ങൾ പോകും. പണ്ട് ഈ കോട്ടയത്ത് തങ്കു ബ്രദറിൻ്റെ ഹെവൻലി ഫീസ്റ്റിൽ എത്രയോ ബഹളവും അടിയും പിടിയുമായിരുന്നു. ഇന്ന് അതേപോലെ നടത്താൻ പറ്റും. അന്ന് SNDPയുടെ പല ആൾക്കാർ അടിയും പിടിയും ബഹളം എത്രയിടത്ത് നടന്നു. ഇന്ന് നടത്താൻ പറ്റുമോ? ഇന്ന് നടത്തിയാൽ തിരിച്ചടി കിട്ടും. അതേപോലെ തന്നെ ശരിക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് കിട്ടും. കാരണം അതിൻ്റെ ഒരു പാസ്റ്റർ എങ്ങാണ്ട് ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് കേട്ടു. അവരുടെ കൂട്ടത്തിലുമുണ്ട് ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ. അതായത് പിന്നെ ബൈബിളൊക്കെ അറിഞ്ഞ് വന്ന ആൾക്കാരുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ഇത് ഈ ചണവും കെട്ടി ചരടും കെട്ടി വടിയുമായിട്ട് അത് മാത്രമൊന്നുമല്ല വെപ്പൺസ്, വേറെ വെപ്പൺസ് ഉണ്ട്. ബൈബിൾ വായിക്കാൻ മാത്രമൊന്നുമല്ല അവർക്കറിയാവുന്നത്. ആദ്യം തലയ്ക്കകത്തിടുക, തിരിഞ്ഞു നിൽക്കാനും അറിയാം. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഓർത്തഡോക്സുകാരും മർത്തോമക്കാരും മറ്റുള്ളവരൊക്കെ ഈ ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് അവരവിടെ പോയി. അവർക്കറിയാം ഫർദർ ഉണ്ടാകാൻ പോകുന്ന രീതിയിൽ അവരുടെ ഫാമിലിയിൽ അവർ തള്ളപ്പെട്ടു പോവും. ഇതതിൻ്റെ റിയാലിറ്റി. അതായത് കേരളത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. കാരണം അവർ പൊളിറ്റിക്സിലുണ്ട്, സോഷ്യോളജിയിലുണ്ട്, സ്ട്രക്ചറിലുണ്ട്, എക്കോണമിയിലുണ്ട്, എല്ലാത്തിലും അവരും മെയിൻ സ്ട്രീമിലുണ്ട്. വിരട്ടും തരികടയൊന്നും പഴയ പോലെ നടക്കത്തില്ല. അവരും തിരിച്ചടിക്കും. അതാണ് ഓമല്ലൂർ BJP ഭരിക്കുന്ന പഞ്ചായത്തിന് കിട്ടിയ ഒത്ത മറുപടിയാണിത്. അത് എവിടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളിടത്തും കിട്ടും. ഇത് ഓർമ്മയിരിക്കട്ടെ. കാരണം അടിച്ചാൽ തിരിച്ചടിക്കും. അതാണ് ബിനു വാഴമുട്ടം എപ്പിസോഡ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ പാഠം.